ഹലോ, ഞാൻ ഫാത്തിമ ജാസ്മിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഡോപ്പയിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇപ്പം നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് കാണും. പൊതുവേ നീറ്റ് ആസ്പിരൻസ് വരുത്താറുള്ള ഒരു ടോപ്പ് 5 മിസ്റ്റേക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. അപ്പം അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും കാണപ്പെടുന്നതാണ് ഒരു ഇനഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓരോ ചാപ്റ്ററിനും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ബൗണ്ട് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ള കാര്യം. നമ്മൾ ജസ്റ്റ് വെറുതെ ഒരുപാട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു സ്പീഡും അക്യുറസിയും കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്കറിയാം നീറ്റ് എന്ന് പറയുന്നത് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ് എന്നുള്ള രീതിക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു വിത്തിൻ ദാറ്റ് ഗിവൺ ടൈം ഭയങ്കര അക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ടൈമർ വെച്ചിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ട് ഒരു ഷെഡ്യൂൾ ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ കുറേ ടൈം ഇരുന്ന് പഠിക്കുന്നുണ്ട്, കുറേ ടൈം ബുക്കിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു റിസൾട്ടോ അതിനുള്ള ഒരു ഔട്ട്പുട്ടോ ഞാൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിക്കവാറും ഒരു പ്രോപ്പർ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് പഠിക്കുന്നു, റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പഠിക്കുന്നു. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത സ്റ്റഡി പാറ്റേൺ ഒരിക്കലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ഇരിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു റിസൾട്ട് കിട്ടാനുള്ള ആ ഒരു എഫിഷ്യൻസി ആ ഒരു വർക്കിൽ നമ്മൾ ഇടുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ യൂഷ്വലി മെൻറ്റീസിൻ്റെ അടുത്ത് പറയാറുള്ളതാണ്, തലേ ദിവസം തന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നെക്സ്റ്റ് ഡേ എന്താ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുക. നമുക്കിപ്പോൾ ക്ലാസ്സസ് ഉണ്ടാകും, അതേപോലെ നമുക്ക് അന്ന് എടുത്ത ടോപ്പിക്സ് അന്ന് പഠിക്കേണ്ടി വരും, ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ, അങ്ങനെ പല ഷെഡ്യൂൾസ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഉണ്ടാകും. അതിന് ഓരോന്നിനും ഒരു ഫിക്സഡ് ടൈം നെക്സ്റ്റ് ഡേക്കുള്ളത് അലോട്ട് ചെയ്യുക തലേന്ന് ഉറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ. എന്നിട്ട് ആ ഷെഡ്യൂൾ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല, എന്ത് ചെയ്യണം, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടി. എണീറ്റ് മുതലുള്ള ആ ഒരു ടൈം മുതൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ ഉണ്ടാകും. അതേപോലെ നമുക്ക് മാക്സിമം ടൈം വേസ്റ്റേജ് കുറയ്ക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് ഇനഫായിട്ട് കുറച്ച് ബ്രേക്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, ഒരിക്കലും ഒരു 3, 4, 5 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇരിക്കുന്ന ടൈം ഇപ്പോൾ ഒരു 4 hours സെഷൻ നമുക്ക് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, എങ്കിൽ ആ ഒരു ഗിവൺ ടൈം കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഒരു 45 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, വീണ്ടും നെക്സ്റ്റ് 45 മിനിറ്റ്സ്, അങ്ങനെ രീതിക്ക് കുഞ്ഞു കുഞ്ഞു ബ്രേക്സ് അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ടൈമിൻ്റെ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ടൈം മാക്സിമം ഫോക്കസ് കൊടുക്കണം, ബ്രേക്ക് ടൈമിൽ നമ്മൾ റിലാക്സ് ചെയ്യുക. ആ രീതിക്ക് പഠിത്തം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു മിസ്റ്റേക്ക് കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ NCERTക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നീറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് NCERT ആണ്. അപ്പം ആ NCERT ആയിരിക്കണം നമ്മളെ മെയിൻ ബുക്ക് എന്ന് പറയുന്നത്. ബാക്കി റെഫറൻസ് ബുക്കോ നമ്മൾ ചെയ്യുന്ന ഗൈഡ്സോ ഒക്കെ അതിന് ഉള്ള ഒരു എയ്ഡ് മാത്രമായിരിക്കണം. നമ്മൾ NCERTയിൽ എന്താണോ ഗിവൺ ആയിട്ടുള്ളത് അത് ഓരോ, എസ്പെഷ്യലി ഇപ്പോൾ ബയോളജിൻ്റെ കാര്യമൊക്കെ പറയാന്നുണ്ടെങ്കിൽ NCERT ലൈൻ ബൈ ലൈൻ നമ്മൾ തറോ ആക്കുന്ന രീതിയിലുള്ള ഒരു റീഡിങ് നടന്നിരിക്കണം. പിന്നെ ബാക്കി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുടെ അടുത്ത് കാണുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റിവിഷൻ ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു, അത് മനുഷ്യന്മാരാണ് സാധാരണ രീതിയിൽ നമ്മളെ മെമ്മറി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ അത് മറക്കാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ നമ്മൾ ഡെയിലി ബേസിസിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മൾ പഠിച്ച സാധനം എല്ലാം മറന്നിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി ബേസിസിൽ ഒരു ഓവർ ടൈമൊന്നും വേണ്ട, ഒരു 1 or 2 hours മതിയായിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ച ഒരു സാധനമാണ്, അത് മറന്നു പോകാതിരിക്കാനുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു റിവിഷൻ ഷെഡ്യൂള് നമ്മളെ ഡെയിലി ഷെഡ്യൂള് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിൽ റിവിഷൻ എന്നും കൊണ്ടുപോകുക എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ നീറ്റ് എഴുതാൻ പോകുമ്പം ഏകദേശം ഒരു അറൗണ്ട് 90 to 100 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അത്രയും ചാപ്റ്റേഴ്സ് നമ്മളെ മെമ്മറിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ ഇപ്പം തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി റിവിഷൻ ഫേസിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും.
പിന്നെ ഫൈനലി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ഫേസിൽ മിക്ക സ്റ്റുഡൻസും ഹോസ്റ്റലിലാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട്. അപ്പം പൊതുവേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് അടുത്തിരിക്കുന്ന ആളായിട്ട് കമ്പയർ ചെയ്യുക, അവരെ വർക്കിൽ വരുന്ന പ്രോഗ്രസ്സും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രസ്സും ഒരു കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, നമ്മൾ കൊടുക്കേണ്ട വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവരായിട്ട് മാക്സിമം കമ്പാരിസൺ ഒഴിവാക്കുക. നമ്മൾ എന്താണോ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ഇന്ന് ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ യൂഷ്വലി പറയാറുണ്ട് എൻ്റെ കുട്ടികൾക്ക്, പലരെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് എവിടെയാണോ അതിനേക്കാൾ പരമാവധി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഇടുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറേ കാർഡ് കയറി ആലോചിച്ച് കുറേ ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം കറൻ്റ്ലി ഈ കാര്യം ഓവർകം ചെയ്യാൻ ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത ഗോൾ ഫോക്കസ് ചെയ്യും. ഇപ്പം നമുക്ക് അടുത്തൊരു വീക്ക്ലി എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ആ ഗോൾ ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്ത് എത്തിക്കാൻ നോക്കും. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗും കിട്ടും. അതേപോലെ ഇപ്പം എന്തായാലും ഫൈനൽ നീറ്റിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള ഒരു ആലോചന നടത്താതെ ഇപ്പോൾ ഉള്ള നമ്മളെ മുന്നിലുള്ള കറന്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ പലർക്കും പല മിസ്റ്റേക്സ് ആയിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്സ് ആണോ സംഭവിക്കുന്നത് അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് നമ്മളെ സ്കോറിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഫീൽ ചെയ്യാൻ പറ്റും. മേ ബി പലരും സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇടുന്ന എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് എത്തുന്നുണ്ടാവില്ലായിരിക്കും. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞത് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മളെ മിസ്റ്റേക്സ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മളെ ഭാഗത്തുനിന്ന് എടുക്കുക. ഇപ്പം നമ്മൾ 3-4 മാസമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പം നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ലീപ്പ് വരേണ്ടതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭയങ്കര സഡൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ഒന്നും മേ ബി കണ്ടെന്ന് വരില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ വന്ന സമയത്ത്, നിങ്ങൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള നിങ്ങളല്ലല്ലോ ഇപ്പോൾ നിങ്ങൾ. അതിൽ ഒരുപാട് പ്രോഗ്രസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് നമ്മൾ ഫോർവേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇടുന്ന എഫേർട്ടിലും അതേപോലെ നിങ്ങളെ ഭാഗത്തു നിന്ന് ഇടാൻ പറ്റുന്ന വർക്കിലും 100% ബിലീവ് ചെയ്യുക. അതേപോലെ നമ്മളെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് അറ്റ് ദ ഏർലിയസ്റ്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം കേട്ടോ. താങ്ക്